തേങ്ങയുടെ ഉപയോഗം കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ തേങ്ങ ഒട്ടും ചേർക്കാതെ ഒരു ചട്നി ഉണ്ടാക്കാം. ദോശയ്ക്കും ഇഡ്ലിക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഈ ചട്നി ഉണ്ടാക്കുന്നത് നിലക്കടല അഥവാ കപ്പലണ്ടി വെച്ചിട്ടാണ്. ഇതാ ഈ ഒരു തിക്നെസ്സിൽ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ 3 മുതൽ 4 പേർക്ക് വരെ സുഖമായിട്ട് കഴിക്കാനുള്ള ചട്നി ഉണ്ടാക്കാം. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തണേ. എന്നാലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഈ ഒരു ചട്നിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 50 ഗ്രാം റോസ്റ്റഡ് ആയിട്ടുള്ള നിലക്കടലയാണ്, വറുത്ത നിലക്കടല. നേരെ കുക്കിങ്ങിലേക്ക് കടക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കാം കേട്ടോ. എണ്ണ ചൂടാകുമ്പോൾ നിലക്കടല ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ പച്ച നിലക്കടലയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതൊന്ന് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം. നിലക്കടല ഏകദേശം പകുതി പാകാവുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ചെറിയുള്ളി, ഒരു 6 മുതൽ 8 വരെ വലുപ്പത്തിനനുസരിച്ച് ചേർക്കാം. ഇനി തേങ്ങ ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഉണ്ടെങ്കിൽ ചേർക്കാവുന്നത് ഒരു 20 ഗ്രാം, അത്രയും മാത്രം മതി. ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇതാ ഇപ്പോൾ നിലക്കടലയും പാകമായിട്ടുണ്ട്, തേങ്ങയും ഉള്ളിയും ഒക്കെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ചേർക്കുന്നത് വറ്റൽമുളക് ഒരു 8 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ചാണ്, ഇതിൽ കൂടുതൽ ചേർക്കാം, പക്ഷേ എൻ്റെ കയ്യിലുള്ള മുളകിന് നല്ല എരിവാണ്, അതുകൊണ്ട് 8 എണ്ണേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, ഇത് രണ്ടും ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പാകം എത്തേണ്ടത് മുളകിന്റെ നിറം ഒന്ന് നല്ല ബ്രൈറ്റ് റെഡ് ആവുന്നത് വരെയാണ്. അതങ്ങ് മൊരിഞ്ഞ് ഡാർക്ക് നിറം ആവുമൊന്നും വേണ്ട. നല്ല ബ്രൈറ്റ് റെഡ് ആയി കഴിഞ്ഞാൽ നമുക്കിത് വഴറ്റുന്നത് നിർത്താം. ചമ്മന്തിയുടെ നിറം ആദ്യത്തെ ഫോട്ടോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇതിനേക്കാളും നിറം വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ കുറച്ച് കാശ്മീരി ചില്ലി പൊടി ചേർത്താൽ മതി. ഇതപ്പം മുളകിന്റെ നിറമൊക്കെ നല്ല ചുമന്ന നിറമായി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫാക്കി നമുക്കിതൊന്നും മാറ്റി വെക്കാം. ഒരു വാം സ്റ്റേജ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതായപ്പോൾ നമ്മൾ വഴറ്റിയെടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു ഇളം ചൂട് പാകത്തിനാവുമ്പോൾ ഞാൻ ഒരു മിക്സർ ഗ്രൈൻഡറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ചേർക്കാനുണ്ട്. ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി, പിന്നെ ഒരു 3-4 എണ്ണം കുരുമുളകിന്റെ മണികൾ 3-4 എണ്ണം ചേർക്കാം. പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഇഞ്ചി എണ്ണയിൽ വഴറ്റി എടുത്തു കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുക. അതുകൊണ്ടാണ് നമ്മളിത് പച്ചയ്ക്ക് തന്നെ ചേർക്കുന്നത് കേട്ടോ. ആദ്യം നമ്മൾ ഇതിനെ മിക്സിയിൽ ഒരു 4-5 പൾസ് കൊടുത്തിട്ട് എല്ലാം കൂടി ഒരു ഈക്വൽ സൈസായിട്ട് പൊടിച്ചെടുക്കുക. അതിനുശേഷം അരയാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം 40 മില്ലി വെള്ളം ചേർക്കുന്നുള്ളൂ. ഒരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു പാകത്തിന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ദോശയുടെയും ഇഡ്ലിയുടെയും ഒക്കെ കൂടെ നമുക്ക് തൊട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു പാകത്തിനും ഈ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. ഇനി പാകത്തിന് വെള്ളം ഒഴിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൺസിസ്റ്റൻസിയിലാക്കി അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 3 മുതൽ 4 പേർക്ക് വരെ സുഖമായിട്ട് കഴിക്കാനുള്ള ചട്നി ഉണ്ടാകും. ഇത് ഇനിയും ലൂസാക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നല്ലൊരു താളിപ്പും കൂടെ കൊടുക്കാം. താളിപ്പിൽ സാധാരണ പോലെയല്ല, ഒരു ചെറിയ വ്യത്യാസം കൂടി ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും അവസാനം വരെ കാണണം കേട്ടോ. പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലേക്ക് 3 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വറ്റൽമുളക് കരിയാതെ ശ്രദ്ധിക്കണം കേട്ടോ. വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് ഒരു 5-6 സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, തീ അണയ്ക്കാം. അതിനുശേഷം ആ ചൂടിലേക്ക് ഒരു നുള്ളു കായത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ കായം ചേർത്തിട്ടുണ്ട് എന്ന് അറിയില്ല, എന്നാൽ ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. ഇനി ഈ താളിപ്പ് നേരെ ചമ്മന്തിയിലോട്ട് ചേർത്ത് കൊടുക്കാം, ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ദോശ, ഇഡ്ലി, ഉത്തപ്പം അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും ചേരും. നമ്മൾ ഇത്ര ലൂസാക്കാതെ നേരത്തെ കാണിച്ച പരുവത്തിന് എടുത്തു കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ ഇത് നന്നായിട്ട് കോമ്പിനേഷനായിട്ട് കിട്ടും. അപ്പോൾ തേങ്ങയ്ക്ക് വില കൂടിയിരിക്കുന്ന, അല്ലെങ്കിൽ തേങ്ങ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സമയമാണ്.
അപ്പോൾ ഒരു 10 രൂപയുടെ അല്ലെങ്കിൽ 20 രൂപയുടെ പാക്കറ്റിൽ കിട്ടുന്ന നിലക്കടല കൊണ്ട് നമുക്ക് ഇത്രയും ഒരു 5-6 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.